നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. എന്നെ ഉപദ്രവിച്ചയാൾക്ക് പെൺകുട്ടി ജനിച്ചെന്ന് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. സോറി. കുട്ടിക്കാലത്ത് താൻ നേരിട്ട മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു നടി ശ്രുതി രജനീകാന്ത്. ചൈൽഡ്ഹുഡ് ട്രോമയാണ് തന്റെ പ്രശ്നമെന്നും വിഷാദരോഗമാണ് കാരണമെന്നും പ്രേമനൈരാശ്യമെന്നും പ്രചാരണം തെറ്റാണെന്നും ശ്രുതി വെളിപ്പെടുത്തി. കുട്ടിക്കാലത്ത് ബന്ധുവിൽ നിന്നും താൻ ചൂഷണം നേരിട്ടിട്ടുണ്ടെന്നും തന്നെ ഉപദ്രവിച്ചയാൾക്ക് പെൺകുഞ്ഞുണ്ടായപ്പോൾ അയാൾ തന്നോട് മാപ്പ് ചോദിച്ചുവെന്നും മെസ്സേജ് അയച്ചെന്നും ശ്രുതി വ്യക്തമാക്കി. പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ. എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് എൻ്റെ ഡിപ്രഷന് കാരണം, അല്ലാതെ പ്രേമനൈരാശ്യമൊന്നുമല്ല. ഞാൻ ചൈൽഡ് അബ്യൂസിന് ഇരയായിട്ടുണ്ട്. ഞാനത് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. ഇത് കാണുന്നവരിൽ എന്നെ ഇഷ്ടമുള്ളവരുണ്ട്. അവരെന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യരുതോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു ഡാർക്ക് സൈഡാണ്. ഞാനിതിപ്പോഴും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്തു. ഞാൻ നല്ലോണം കയറി തല്ലിയിട്ടുണ്ട്. എൻ്റെ 5ാം ക്ലാസ്സിൽ തന്നെ ആ സമയത്ത് അങ്ങനെ ഉണ്ടായതിനു ശേഷം പിന്നെ അത് ഹോൺ ചെയ്തിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറയാറുണ്ട് പിറകിൽ വന്ന് പ്രാങ്ക് ചെയ്യരുതെന്ന്. കാരണം എൻ്റെ ആദ്യ പ്രതികരണം അടിക്കുകയായിരിക്കും. അടിച്ചു കഴിഞ്ഞിട്ടേ ആളെ നോക്കൂ. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കും എന്താണെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് അത് ഹാൻഡിൽ ചെയ്തത്. ഞാൻ അത്ര ബോൾഡായിരുന്നു. ഞാനിത് പറയാൻ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല, പ്രതികരിക്കണം. കൂടി വന്നാൽ കൊല്ലുമായിരിക്കും. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ജീവിക്കുന്നതിലും നല്ലത് കൊല്ലുന്നതാണ്. കൊല്ലുന്നതിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് പ്രതികരിക്കണം. ഏത് പ്രായത്തിലാണെങ്കിലും നമുക്കതിനുള്ള ശക്തിയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നെ അന്ന് ഉപദ്രവിച്ചയാൾക്ക് ഇപ്പോൾ പെൺകുട്ടിയാണുള്ളത്. ആ കുട്ടിയെ പ്രസവിച്ച് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് അന്ന് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സോറി എന്ന് പറഞ്ഞ്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ് എന്ന് മാത്രമാണ് ഞാൻ മറുപടി നൽകിയത്. അയാൾ എൻ്റെ കസിനാണ്. അയാൾക്ക് ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമോ? എൻ്റെ മോളോട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമുക്ക് പല രീതിയിൽ പ്രതികരിക്കാം. നമ്മളൊന്ന് പ്രതികരിച്ചാൽ നമ്മുടെ നിഴൽ കണ്ടാൽ പോലും അവർ പേടിക്കുന്നത് കാണാം. ആ പ്രായത്തിൽ അയാൾ എന്നെ കണ്ട് പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിത് ആരോടെങ്കിലും ചെയ്യുമോ പറയുമോ പേടിയുള്ളിടത്ത കാലം എൻ്റെയോ എൻ്റെ അനിയത്തിമാരുടെയോ അടുത്തേക്ക് അയാൾ വരില്ല.